ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, പെസഹ കാലം 4-ാം വാരത്തിലൂടെ നാം കടന്നു പോകുന്നു. തിരുസഭാമാതാവ് ഇന്ന് സുവിശേഷകനായ വിശുദ്ധ മർക്കോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ മർക്കോസിനെ കുറിച്ചുള്ള നിനവുകളാൽ വചനവിചിന്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ലിഖിത സുവിശേഷങ്ങളിലെ ആദ്യ രചനയായി പരിഗണിക്കപ്പെടുന്നു. AD 65-നും 70-നും ഇടയ്ക്ക് റോമിൽ വെച്ച് ഈ സുവിശേഷം എഴുതി എന്നാണ് പരമ്പരാഗതമായ വിശ്വാസം. വചനത്തിൽ വിശുദ്ധ മർക്കോസിനെ കുറിച്ചുള്ള പരാമർശങ്ങളും അദ്ദേഹത്തിൻ്റെ പേരും പ്രത്യക്ഷപ്പെടുന്നു. മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 51 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഒരു യുവാവ് അവനെ അനുഗമിച്ചു. അവൻ പുതപ്പ് മാത്രമേ ശരീരത്തിൽ ചുറ്റിയിരുന്നുള്ളൂ. അവർ അവനെ പിടിച്ചു. അവൻ പുതപ്പുപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയി. ഗെത്സമൻ തോട്ടത്തിൽ ഈശോയെ ബന്ധിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന അനുഗമിച്ച ഈ യുവാവ് മർക്കോസ് ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങളിലും പൗലോസിൻ്റെയും പത്രോസിൻ്റെയും ലേഖനങ്ങളിലും മർക്കോസിൻ്റെ പേര് പ്രത്യക്ഷപ്പെടുന്നു. തടവറയിൽ നിന്ന് മോചിതനായ പത്രോസ് യോഹന്നാൻ എന്ന അപരനാമമുള്ള മർക്കോസിൻ്റെ ഭവനത്തിലേക്കാണ് ആദ്യം ചെല്ലുന്നത്. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 12-ാം വാക്യം. മർക്കോസ് പൗലോസിൻ്റെയും ബർണബാസിൻ്റെയും സഹപ്രവർത്തകനായിരുന്നുവെന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12, 13, 14 അധ്യായങ്ങളിലും കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യത്തിലും 2 തിമോത്തി 4-ാം അധ്യായം 11-ാം വാക്യത്തിലും വായിക്കുന്നു. മർക്കോസ് പത്രോസിൻ്റെയും സഹപ്രവർത്തകനായിരുന്നു. പാരമ്പര്യമനുസരിച്ച് പത്രോസിൻ്റെ പ്രസംഗങ്ങളായിരിക്കണം മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രഥമ ഉറവിടം. വിശുദ്ധ മർക്കോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ 1-ാം വായനയായി സഭ നൽകുന്നത് വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 5 മുതൽ 14 വരെയുള്ള വചനഭാഗമാണ്. ഇവിടെ പത്രോസ് വിശ്വാസികൾക്കുള്ള ഉപദേശം നൽകുകയാണ്. വിശ്വാസികൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ എന്നതിനർത്ഥം അജഗണം ഇടയന്മാർക്ക് ചെവി കൊടുക്കണമെന്നാണ്. 5-ാം അധ്യായം 5-ാം വാക്യം. വിശ്വാസികൾ വിനയാന്വിതരാവുക, ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. 5-ാം അധ്യായം 6-ാം വാക്യം. വിശ്വാസികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ മക്കളുടെ ആകുലതകളെല്ലാം ഇറക്കി വെച്ച് ആശ്വാസം കണ്ടെത്താൻ പത്രോസ് ക്ഷണിക്കുന്നു. 5-ാം അധ്യായം 7-ാം വാക്യം. വിശ്വാസികൾക്ക് ലഭിക്കുന്ന പീഡനങ്ങളുടെ അദൃശ്യനായ കാരണക്കാരൻ സാത്താനാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. 5-ാം അധ്യായം 8-ാം വാക്യം. യുഗാന്ത ക്ലേശങ്ങൾ തരണം ചെയ്യാൻ ദൈവം ശക്തിപ്പെടുത്തുമെന്ന ആശ്വാസ വചനങ്ങളും ഇവിടെ നൽകുന്നു. 5-ാം അധ്യായം 10, 11 വാക്യങ്ങൾ. വചനഭാഗത്തിൻ്റെ അന്ത്യത്തിൽ മർക്കോസ് വിശുദ്ധ പത്രോസിൻ്റെ ശിഷ്യനും സഹപ്രവർത്തകനാണെന്നും വ്യക്തമാക്കുന്നു. ഇന്നത്തെ സുവിശേഷ ധ്യാനത്തിനായി തിരുസഭ നൽകുന്ന സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഈശോ വലിയ പ്രേക്ഷിത ദൗത്യം ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുകയാണ്. അതോടൊപ്പം സുവിശേഷം യേശുവിൻ്റെ സ്വർഗാരോഹണവും വ്യക്തമാക്കുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഈ വചനഭാഗങ്ങൾ സുവിശേഷത്തിൻ്റെ ഉപസംഹാരത്തിൽ പെടുന്നവയാണ്. സുവിശേഷത്തിന് ഇങ്ങനെയൊരു ഉപസംഹാരം ചിട്ടപ്പെടുത്തിയതിൻ്റെ പിന്നിലുള്ള സുവിശേഷകന്റെ ലക്ഷ്യം വ്യക്തമാണ്. സഭയ്ക്ക് യേശു ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന സന്ദേശം വ്യക്തമായി പ്രഘോഷിക്കുക. ഈ ദൗത്യങ്ങളെ ഈ സുവിശേഷ ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4 തിരിക്കാമെന്ന് ചില ബൈബിൾ പണ്ഡിതന്മാർ വിവരിക്കുന്നു. 1. സഭയ്ക്ക് വചനപ്രഘോഷണ ദൗത്യമുണ്ട്. യേശുവിൻ്റെ രക്ഷാകര സന്ദേശം ലോകം മുഴുവൻ എത്തിക്കേണ്ടതുണ്ട്. ഒരുവൻ യേശു ശിഷ്യനാകുന്നതിലൂടെ യേശുവിനെ പ്രഘോഷിക്കാനുള്ള
ദൗത്യം കൂടി ഏറ്റെടുക്കുകയാണ്. ആദിമ കാലഘട്ടങ്ങളിൽ ഓരോ വിശ്വാസിക്കും ഈ ദൗത്യചിന്ത ഉണ്ടായിരുന്നു. ഈ ദൗത്യം നിറവേറ്റാത്ത ഒരുവനെ ക്രിസ്തു ശിഷ്യനെന്ന് വിശേഷിപ്പിക്കുന്നത് പോലും തെറ്റായി കരുതിയിരുന്നു. 2. സഭയ്ക്ക് സൗഖ്യം നൽകാനുള്ള ദൗത്യമുണ്ട്. യേശു മനുഷ്യൻ്റെ സമഗ്രമായ നന്മയാണ് ലക്ഷ്യം വച്ചത്. മനുഷ്യനെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളിലും നിന്ന് മോചിപ്പിക്കാൻ അവൻ പ്രവർത്തിച്ചു. രോഗത്തിൻ്റെയും തിന്മയുടെയും അടിമത്തത്തിൽ നിന്നുള്ള മോചനവും സാമൂഹിക ആധ്യാത്മിക വിവേചനങ്ങളിൽ നിന്നുള്ള വിമോചനവും അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു. യേശു ശിഷ്യന്മാരെ തൻ്റെ ദൗത്യവുമായി അയക്കുമ്പോഴൊക്കെ അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സുഖമാക്കണം, പിശാചുക്കളെ ബഹിഷ്കരിക്കണം. 3. സഭയ്ക്ക് അസാധാരണമായ ശക്തി നൽകപ്പെട്ടിരിക്കുന്നു. ഈ ശക്തിയുടെ തെളിവാണ് അവർ പ്രവർത്തിക്കുന്ന അടയാളങ്ങൾ. പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കില്ല. ഈ ശക്തിയുടെ ഉറവിടം കർത്താവായ ക്രിസ്തുവാണ്. യേശു നൽകുന്ന അധികാരമാണ് ഇത്. 4. ഈ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിൽ സഭയ്ക്ക് താങ്ങായി എന്നും ക്രിസ്തു സന്നിഹിതനാണ്. കർത്താവാണ് സഭയിൽ പ്രവർത്തിക്കുന്നത്. അവിടുന്ന് അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, 1-ാം വായനയിൽ വിശ്വാസികൾക്കുള്ള വിശുദ്ധ പത്രൂസ് നൽകുന്ന ഉപദേശങ്ങൾ നാം ശ്രവിച്ചു. സുവിശേഷത്തിൽ സഭയെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെയും വിവരിക്കുന്നു. വിശ്വാസികളുടെ സമൂഹമാണ് സഭ. ക്രിസ്തു ഭരമേൽപ്പിച്ച ദൗത്യങ്ങൾ വിശ്വാസികളായ നാം കൃത്യതയോടെ നിർവഹിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം വിശുദ്ധ മർക്കൂസിനെ പോലെ യഥായോഗ്യം സുവിശേഷം പ്രഘോഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ.